നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ഡിസംബർ മാസമുള്ള വരെയുള്ള 12 മാസത്തെ തിരുവോണ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം എന്താണ്, അല്ലെങ്കിൽ പൊതുവെ ഈ വർഷം തിരുവോണ നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം. തിരുവോണ നക്ഷത്രം എന്ന് പറയുമ്പോൾ മകരക്കൂറാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് 6ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ 6ൽ വ്യാഴം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ചാരവശാൽ നമുക്ക് ഇത്തിരി ദൈവാധീനക്കുറവാണ്. ഷഷ്ടേ മഹാബലി ബന്ധനം എന്നാണ് പറയുക. മഹാബലിക്ക് നല്ല ഉപകാരം ഉദ്ദേശത്തോടുകൂടി ചെയ്ത കാര്യങ്ങൾക്ക് ദോഷം സംഭവിച്ചു എന്ന് പറയുന്ന രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത തിരുവോണ നക്ഷത്രക്കാർക്കുള്ളൊരു വർഷമാണ്. വർഷം എന്നവരുണ്ടെങ്കിൽ ജൂൺ മാസം വരെയാണ് ആ കാലയളവ്. അപ്പോൾ ജൂൺ മാസം വരെയുള്ള സമയത്ത് ദൈവാധീനക്കുറവ് നല്ല രീതിയിൽ ബാധിക്കുന്നത് കാരണം ശത്രുദോഷം വർദ്ധിക്കും. ചെയ്യുന്ന കാര്യങ്ങൾക്ക് അഭിവൃദ്ധിക്ക് കുറവുണ്ടാകുന്നൊരവസ്ഥയുണ്ടാകും. സാമ്പത്തിക ഞെരുക്കം നല്ല രീതിയിൽ അനുഭവിക്കേണ്ടി വരും. നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നും. അതുപോലെ തന്നെ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ, സഹായികൾ എന്നിവർ ശത്രുക്കളായിട്ട് ആകാനും അവരുമായിട്ടൊരു മത്സരം പോലെയുള്ള രീതിയിൽ ശത്രുത അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ മെയ് മാസം വരെയാണ് പൊതുവേ ഈ പറഞ്ഞ രീതിയിലുള്ള വിഷയങ്ങൾക്കൊക്കെ പ്രാധാന്യം. ജൂൺ മാസം വരുന്ന സമയത്ത് ലഗ്നാൽ 5ാം ഭാവാധിപതി 6ാം ഭാവത്തിൽ ശത്രുസ്ഥാനത്തേക്ക് പോകും. 10ാം ഭാവാധിപത്യം വെച്ച് അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിൽ സ്ത്രീകൾ മുഖാന്തരം വാഹന സംബന്ധമായിട്ട് ധനനഷ്ടം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സമയമാണ്. പക്ഷേ ജൂൺ മാസത്തോളം വ്യാഴം 7ാം ഭാവത്തിലേക്ക് വരുന്ന കാരണം മേൽപ്പറയപ്പെട്ട ദോഷത്തിന് ഒരു പരിധിവരെ അനുകൂലാവസ്ഥ ഉണ്ടാകാൻ കാരണം ദൈവാധീനം വർദ്ധിക്കും. ജൂൺ മാസം മുതൽ തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് സാമ്പത്തിക വർധനവ്, ദൈവാധീനം വർദ്ധിക്കുന്നത് കാരണം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന വളരെ നല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് സാധിക്കും. എന്നാലും നടുവേദന പോലുള്ള ചെറിയ രോഗാവസ്ഥ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതേപോലെ മുഖത്ത് കഴുത്തിന് മുകളിലേക്ക് ഉണ്ടാകുന്ന രോഗാവസ്ഥ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഈ പറയുന്ന രീതിയിലുള്ള ദോഷങ്ങൾക്കാണ് യോഗമുള്ളത്. എന്നാൽ അതിനുശേഷം ഇങ്ങോട്ട് വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് യോഗമുണ്ട്. പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാ കാര്യത്തിലും അനുകൂലാവസ്ഥ ഉണ്ടാകുമെങ്കിലും നവംബർ മാസത്തോടുകൂടി വ്യാഴം വീണ്ടും അഷ്ടമത്തിലേക്ക് മാറും. അഷ്ടമി ഹരിതോബാലി എന്ന് പറയുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ദൈവാധീനക്കുറവിന് പരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്യണം. അതേപോലെ വിഷ്ണു ക്ഷേത്രത്തിലെ ഭാഗ്യസൂക്താർച്ചന, സുദർശന പുഷ്പാഞ്ജലി, നാഗപൂജ ചെയ്യുക, ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് ചെയ്യാൻ വലിയ കാര്യങ്ങൾ സഹായികളായിരിക്കുന്ന വ്യക്തികളുടെയൊക്കെ അനുകൂലാവസ്ഥ ഉണ്ടാകുന്നതിന് കാരണം ഏഴശനിയൊക്കെ മാറി ശനി ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ ശനിദോഷത്തിൻ്റേതായിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഈ സമയത്ത് യോഗമില്ല. എന്നാൽ പോലും 3ാം ഭാവത്തിൽ പാപയോഗത്തോടൊക്കെ കൂടിയൊക്കെ ശനി ലഗ്നാധിപതി നിൽക്കുന്നത് കാരണം കൊണ്ട് അത് കുറച്ച് തടസ്സങ്ങളൊക്കെ ലഗ്നാധിപതിക്ക് ഉണ്ടാകും. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യേണ്ടത്. വിദേശ യോഗം ഉണ്ട്, വിദേശ യാത്രയ്ക്കൊക്കെ യോഗമുള്ളൊരു സമയമാണ്. അത് കാരണം കൊണ്ട് 2026 വിദേശത്ത് പോകണം, അന്യദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്നതാണ്. എന്തായാലും ജൂൺ മാസം മുതൽ വളരെ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ തിരുവോണ നക്ഷത്രക്കാർക്ക് സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.